ഇതെന്ത് കല്യാണ വീടാ മഹി? ഇവിടെ ഒച്ചയനക്കൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ബന്ധുക്കളെ ഒന്നും വിളിച്ചില്ലേ? കുറച്ച് ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അല്ല, ചന്ദ്രമതി എവിടെ? ഞങ്ങള് വന്നത് അവൾ അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ട് ഇറങ്ങി വരാത്തതാണോ? അങ്ങനെയൊക്കെ ചന്ദ്ര ചെയ്യോ അമ്മായി? അവൾക്ക് നിങ്ങളെന്ന് വെച്ച ജീവനാ. അതേക്കുറിച്ച് നീ ഞങ്ങളോട് കൂടുതലൊന്നും പറയണ്ട. ഞങ്ങളോടുള്ള സ്നേഹക്കൂടലുണ്ടാവും കല്യാണ നിശ്ചയത്തിന് ഞങ്ങളെ വിളിക്കാഞ്ഞതല്ലേ? സത്യത്തിൽ കല്യാണത്തിന് വരരുതെന്നാ ഞങ്ങൾ ആദ്യം കരുതിയത്. പിന്നെ നിങ്ങളെപ്പോലെ വിവരക്കേട് കാണിച്ച ഞങ്ങളും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലാതായി പോവല്ലോ. അവര് വന്നല്ലേ? ആഹാ, ആരൊക്കെ ഇത്? നിങ്ങൾ എന്താ വരം വൈകിയത്? 2 ദിവസം മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ട ആൾക്കാരല്ലേ നിങ്ങള്? ഓ, അതൊക്കെ അപ്പൊ അറിയാം. എന്നിട്ടാ നിശ്ചയത്തിനൊരു വാക്ക് പോലും പറയാതിരുന്നത്. അമ്മാവനും അമ്മായും ക്ഷമിക്കണം. അങ്ങനെ എല്ലാവരെയും അറിയിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. അതെന്താ അങ്ങനെ ഒരു സാഹചര്യം? അതൊക്കെ ഞാൻ പറയാം. അപ്പൊ രണ്ടുപേർക്കും കാര്യം മനസ്സിലാവും. എന്നാലും നളിനിക്കെങ്കിലും ഞങ്ങളോടൊരു വാക്ക് പറയാമായിരുന്നു. നിനക്കൊന്നുമില്ലെങ്കിലും ഇവരെക്കാളും പ്രായവും പക്വതയൊക്കെ ഉള്ളതല്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി ഈ കല്യാണം ഭംഗിയായിട്ട് നടത്താം. അമ്മാവനും അമ്മായിക്കും ചായ എടുക്കട്ടെ? ഞങ്ങൾക്ക് നിന്റെ ചായയും സൽക്കാരം ഒന്നും വേണ്ട. ഇപ്പൊ നിന്റെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനും ഈ മനുഷ്യനും മാത്രമേ ഉള്ളൂന്ന് പോലും നീ മറന്നുപോയില്ലേ? ഓരോന്ന് പറഞ്ഞെന്നെ വിഷമിപ്പിക്കില്ലേ അമ്മായി? എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. കഴിഞ്ഞതൊക്കെ പോട്ടെ വനജെ, നമുക്ക് ക്ഷമിക്കാം. ഒന്നും അല്ലെങ്കിലും നമ്മുടെ കൊച്ചല്ലേ ഇവള്. അതെ. അല്ല, പൃഥ്വി എവിടെ? അവനെ കണ്ടെന്ന് അനുഗ്രഹിക്കാനാ ഞങ്ങള് വന്നത്. അവനകത്തുണ്ട്. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. പിന്നെ പഞ്ചസാര വേണ്ട. ചെറുതായിട്ട് ഷുഗർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരി. പിന്നെന്തൊക്കെയാ അമ്മ വിശേഷങ്ങൾ? വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? പിന്നെ സുഖം. ദൈവാധീനം കൊണ്ട് പിള്ളേരൊക്കെ ബിസിനസ്സും കാര്യങ്ങളും ആയിട്ട് സുഖമായിട്ടിരിക്കുന്നു. ചന്ദ്രമതി, നിനക്കെന്താടി ഒരു സന്തോഷക്കുറവ്? നിന്റെ മോന്റെ കല്യാണം അല്ലേ ഇന്ന്? അല്ല, ഇതിപ്പോ നിന്റെ മുഖം കണ്ട മരണ വീട്ടിൽ നിൽക്കുന്ന പോലെ ഉണ്ടല്ലോ. അതിന് കാരണമുണ്ട്. എന്റെ മോന്റെ വിവാഹം ഞാൻ ആഗ്രഹിച്ചതുപോലെ അല്ല നടക്കുന്നെന്ന് കൂട്ടിക്കോ. അതെന്താ അങ്ങനെ? എന്താ കിരൺ, എന്തു പറ്റി? നല്ല ടെൻഷനുണ്ടല്ലോ. ഇന്നലെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് മേനോനെതിരെ ആവശ്യത്തിന് തെളിവുകൾ കിട്ടിയാനേ. ശരിയാണ്, പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു യുദ്ധമാണ്. നമുക്കെതിരെ നിൽക്കുന്നവര് നമ്മളെ തകർക്കാൻ ശ്രമിക്കാം. അവിടെ പിടിച്ചു നിൽക്കുന്നതും വിജയം തന്നെയാണ് കിരൺ. തെളിവുകൾ ലഭിക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെട്ടുവെന്നേ ഉള്ളൂ. ശ്രമിച്ചാൽ വേറെ 100 വഴികൾ നമ്മുടെ മുന്നിൽ തെളിയും. ഇന്നലെ വന്ന ഗുണ്ടകളുടെ ഫോണെല്ലാം ചെക്ക് ചെയ്യാൻ ഞാൻ അഖിലിനോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അഖിൽ നോക്കി തുടങ്ങി. അവരുടെ കയ്യിൽ നിന്ന് കോമൺ ആയിട്ട് കിട്ടുന്ന നമ്പറുകളെല്ലാം ട്രേസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടാതിരിക്കില്ല. ഇന്ന് അഷിതയുടെ വിവാഹം കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അവിടെയുള്ള ഒന്നോ അതിലധികമോ ഡോക്ടേഴ്സ് ഇതിലുണ്ടെന്നുള്ളത് ഉറപ്പാ. അവരെ കിട്ടിയ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ഓക്കെ, അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം. ഒരു വഴി അടഞ്ഞാൽ 100 വഴികൾ നമുക്ക് മുന്നിൽ തുറക്കും കിരൺ. അതെ, ഇവിടെന്താ കുഴപ്പം? ഈ കല്യാണം മൊത്തത്തിൽ കുഴപ്പമാണല്ലോ. അതെന്താ ചന്ദ്രമതി നീ അങ്ങനെ പറഞ്ഞത്? ഇത് നിന്റെ മോന്റെ കല്യാണമല്ലേ? പിന്നെ നീ തന്നെ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെ? അത് ഞാൻ ചോദിച്ചെന്താന്ന് വെച്ചാലേ, ഈ കല്യാണം സിറ്റിയിൽ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിക്കൂടായിരുന്നോ എന്നാ. ഇന്ദ്രപ്രസ്ഥത്തിലെ വീട്ടുകാർക്ക് ഒരു AC ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനും നാട്ടുകാരെ വിളിച്ചൊരു സദ്യ കൊടുക്കാനും കാശില്ലാതായി പോയോ? നിനക്ക് ഇങ്ങനൊരു ഗതികേട് ഉണ്ടായിരുന്നേ എന്നെ വിളിച്ചൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ആവശ്യത്തിന് പണം ഞാൻ തരുമായിരുന്നല്ലോ. അതെ, ഒരേ ഒരു മോന്റെ കല്യാണം അല്ലേ ചന്ദ്രമതി? ഇങ്ങനെ പിശുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അതെ. അതിന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എന്റെ തീരുമാനത്തിലല്ലല്ലോ നടക്കുന്നത്. എല്ലാം തീരുമാനിച്ചത് പൂർണിമയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ പൂർണിമ ഇത്?
ഇത് പിശുക്കിയതൊന്നുമല്ല. ആ. ഇപ്പൊ കല്യാണങ്ങളെല്ലാം ഇങ്ങനെ നടത്തുന്നത്. ഓ പെണ്ണും ചെറുക്കനും അവരുടെ കൂട്ടുകാരും അടുത്ത ബന്ധുക്കളും മാത്രമേ ചടങ്ങിനുണ്ടാവൂ. ഉം. എല്ലാരും ക്ഷണിച്ചുള്ള പാർട്ടിയും പരിപാടിയും ഒക്കെ റിസപ്ഷനായും മറ്റും നടത്താറുണ്ട്. ഉം. മീഡിയക്കാർക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും വേറെ വേറെ ഫംഗ്ഷനുകൾ സിറ്റിയിലെ ഓഡിറ്റോറിയത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ, അങ്ങനെയാണെങ്കിൽ നീ അതെന്നോട് നേരത്തെ ഒന്ന് പറയണ്ടേ? ഞാൻ നിന്നെ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്നാ വാ, എല്ലാരും വാ, അകത്തേക്ക് പോവാ. വാ. ഈ കല്യാണം നടക്കില്ല. അയ്യോ എന്താ എന്താ ഈ പറയുന്ന ഗിരിജേ? ചന്ദ്രമതിയുടെ അമ്മാവനും മറ്റും സംസാരിക്കുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. അപ്പച്ചി പറയുന്നത് സത്യമാണോ? അതേ മോളെ, ഞാൻ അതുവഴി നടന്നു വന്നപ്പോ വ്യക്തമായി കേട്ടതാ. നീ എന്താ കേട്ടത്? അത് കല്യാണം അങ്ങ് നിർത്തിവെക്കണം. ഈശ്വര, ഞാനിനി എന്ത് ചെയ്യും? നീ ഇങ്ങനെ കരയാലോ മോളെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരം? ഈ കല്യാണം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അശി, നീ എന്തീ പറയുന്നേ? എല്ലാത്തിനും കാരണം ജയശ്രീയ. ചത്തുപോയിട്ട് ആ നാശത്തിന്റെ പേരിലാണ് നമ്മൾ ഈ അനുഭവിക്കുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കാണ്ടെന്ന് അവരോട് പോയി സംസാരിക്കേ. അതെ, ആ ഒരു മാർഗമുള്ളൂ ഇനി. ഓ ജയശ്രീ ചെയ്തു കൂട്ടിയതിനൊക്കെ ഞാനും എന്റെ മോള് എന്ത് പഴിച്ചു? ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഈ കല്യാണം നിങ്ങളായിട്ട് എനിക്ക് കണ്ടെത്തി തന്നതാ. എല്ലാത്ത മോഹങ്ങളൊക്കെ മനസ്സിൽ വളർത്തിയിട്ട് എന്നെ ചതിച്ചാൽ അറിയാലോ നിങ്ങൾ കഷിതേ. അശി, നീ ഇങ്ങനെ വിഷമിക്കാതെ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നാത്തുമ്മ, നമുക്ക് പോയി അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും തീരുമാനം മാറ്റിക്കാം.